മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളം ഭരിക്കുന്ന മന്ത്രിമാരും സെക്രട്ടറിമാർ IAS-കാരും IPS-കാരും ഈ മൂന്ന് വിഭാഗം കേരളത്തിൻ്റെ ക്രമസമാധാന നില നിരന്തരം ഭംഗിയായിട്ട് നിലനിർത്തുന്ന IPS-കാരും അവരുടെ കീഴിലുള്ള പോലീസുകാരും ഭരണയന്ത്രം മുമ്പോട്ട് തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് IAS-കാരും ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടതി കയറുകയും കേസിന് വിധേയമാവുകയും ഓരോ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുകയും IAS-ന്റെയും KAS-ന്റെയും പേരിൽ ടൂൾസ് ഡൗൺ സമരം പോലെ നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അതിനെതിരെ മന്ത്രിമാരെ പല്ലടിച്ച് തെറിപ്പിക്കുമെന്നും എല്ലാത്തിനെയും ഒതുക്കുമെന്നുമെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളെ ഒരു പക്ഷേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാമെന്നല്ലാതെ അവരെ കുത്തുവാളയെടുപ്പിക്കാനൊന്നും ഇവിടുത്തെ മന്ത്രിമാർ വിചാരിച്ചാൽ സാധിക്കില്ല. അവർ കേന്ദ്ര കാഡറിലുള്ളവരാണ്. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ചിട്ടേ അവരെ എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വരുന്ന കേന്ദ്ര സഹായവും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇന്റേണലായിട്ട് വരുന്ന എമൗണ്ടും ചെലവഴിക്കേണ്ട രീതിയും അതിനെ സ്പ്ലിറ്റാക്കിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ഇവിടുത്തെ ഒരു മന്ത്രിക്കും ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാ. എത്ര പൈസ ഉണ്ട്, എത്ര പൈസ വരും, എത്ര പൈസ ചെലവഴിക്കണം, അത് ഏതെല്ലാം ഹെഡിൽ ചെലവഴിക്കണം, എത്ര ദിവസത്തിനുള്ളിൽ ചെലവഴിക്കണം, അത് വകമാറി ചെലവഴിക്കരുത്, അത് ചെലവഴിക്കാനുള്ള പ്രൊസീജിയർ എന്താണ്, അത് ചുവടറ്റം വരെ എത്താൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് സാമാന്യ ബോധം ഒരു മന്ത്രിക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെയാണ് മന്ത്രിമാരാക്കിയിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയും പരിചയസമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രിയൊന്നുമല്ല. ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വന്ന ആളാണ്. അപ്പം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ള പരിചയമൊന്നും അദ്ദേഹത്തിനില്ല. മറ്റ് മന്ത്രിമാർക്കും അത്രയും വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ കേരളത്തിൻ്റെ നന്മയെ മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കാതെ, രാജനൈതികവും ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ വെറുതെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ മന്ത്രിമാരെ പല്ലടിച്ച് തെറിപ്പിക്കുമെന്നും അല്ലെങ്കിൽ IAS-കാർ തനി ഷണ്ണന്മാരാണെന്നും 10% നല്ലതുള്ളൂ 90% പോക്കാണെന്നും എല്ലാം പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു രാജാവിൻ്റെ കീഴിലിരിക്കുന്ന മന്ത്രി ആ ഡിപ്പാർട്ട്മെന്റിലുള്ള പൈസ ഇത്രയോ ഉണ്ടെന്നും ഇത് ജനോപകാരപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയെല്ലാം ആണെന്നും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ വിമുഖത കാണിച്ചു എന്ന് വിചാരിക്കുക. അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. രാവിലെ 9:30 മണിക്ക് വന്ന് വൈകുന്നേരം 5:30 മണിക്ക് പോയി. എന്ത് ചെയ്യും ഈ മന്ത്രിമാര്? ഇവരെ പിടിച്ച് ട്രാൻസ്ഫർ ചെയ്യുമോ? ട്രാൻസ്ഫർ ചെയ്ത സ്ഥലത്തും അവരങ്ങനെ തന്നെ ചെയ്താൽ എന്ത് ചെയ്യും? അവരെ വീട്ടിൽ പോയിട്ടിരിക്കാൻ പറയുമോ? അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രൊവിഷൻ ഇല്ലല്ലോ. അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ അവനവൻ ഒപ്പിടുന്ന പേപ്പറിൻ്റെ പുറകിലുണ്ടാവാൻ സാധ്യതയുള്ള ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട IAS-കാരെ ഇത്രയും വികൃതവും തിന്മ നിറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ, ഒന്ന് മന്ത്രിമാരുടെ വിവരക്കേടും മന്ത്രിമാരുടെ ധാർഷ്ട്യവും അവരുടെ 5 വർഷത്തെ കാലയളവിൽ അവരെ ഏതാണ്ടോ മഹാരാജാക്കന്മാരെന്ന ധാരണയും എല്ലാം വെച്ച് പുലർത്തുന്നതിൻ്റെ അപകടം ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായ കേരളത്തിൻ്റെ പുരോഗമനത്തിന് ഇവർ പറയുന്ന വാക്കുകളും ഇവരുടെ വീക്ഷണങ്ങളും വിഘാതമായി നിൽക്കുന്നു എന്നുള്ളത്. 2, ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന IAS-കാർക്കും IPS-കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ അവരെ ഹെൽപ്ലെസ് ആയിട്ട് കയ്യിൽ വിലങ്ങിട്ടവരെ പോലെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ.
ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. ഈ കേരളത്തിലെ, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഭാരതത്തിലെ എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ കേരളത്തിലെ മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. ആ കേരളത്തിലെ മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ IAS-കാരും IPS-കാരും ആക്കുമ്പോൾ 10 പ്രാവശ്യം ആലോചിക്കുക. നല്ലൊരു ഡോക്ടറോ, നല്ലൊരു എഞ്ചിനീയറോ, നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ, തരക്കേടില്ലാത്തൊരു വക്കീലോ, അല്ലെങ്കിൽ കേരളത്തിലെ, ഭാരതത്തിലെ മറ്റേത് വിഷയത്തിൽ അഭിമാനത്തോടു കൂടി ഉയർന്ന ഡിഗ്രി എടുത്ത് ഇറങ്ങി വന്നാൽ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ പോലും സംസ്കാരമില്ലാത്ത ഈ മന്ത്രിമാരുടെ കീഴിൽ ഇത്രയും അധികം രാപ്പകലിരുന്ന് പഠിച്ച് ഉയർന്ന നിലവാരത്തിൽ IAS-ന്റെ റാങ്കും വാങ്ങിച്ച് യുവാക്കളുടെ മുമ്പിൽ ലോകത്തിൽ മാതൃകയായിട്ട് വരാൻ തീരുമാനിച്ച വ്യക്തികളുടെ ചിത്രങ്ങളും വിവരണങ്ങളും പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ ആ IAS-ലെ റാങ്ക് ഹോൾഡേഴ്സും ടോപ്പിലുള്ളവരുമാണ് ഇതുപോലെ വിവരവും തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത പ്രാകൃതമായ ഭാഷ ഉപയോഗിക്കുന്ന മന്ത്രിമാരുടെ കീഴിൽ എടാ പോടാ എന്ന് വിളിച്ച് അവഹേളിതരാകേണ്ടത് എന്നൊന്ന് ചിന്തിക്കുക. IAS-ഉം IPS-ഉം മോശമായിട്ടുള്ള പൊസിഷനൊന്നുമല്ല. പക്ഷെ അവരുടെ മുകളിൽ വരിക്കുന്ന രാജാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരം, ഭാഷാപ്രയോഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. വളരെ പണ്ട് തിരുവനന്തപുരത്തെ കരമനയാറ് കവിഞ്ഞൊഴുകിയപ്പോൾ നീലലോഹിതദാസൻ നാടാർ എന്ന് പറഞ്ഞ ഒരു മന്ത്രി വന്ന് ആ വളരെ പവർഫുള്ളായിട്ടുള്ള IPS-കാരനായ IG-യുടെ മുമ്പിൽ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നീലലോഹിതദാസൻ നാടാർ ആ IG-യെ എടാ എന്ന് പറഞ്ഞ് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഇൻസൾട്ട് ചെയ്ത ആ ഒരു സീൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ IG ആണെങ്കിൽ ഇങ്ങനെ പഞ്ചപുച്ഛവും അടക്കി ഇത്രയും അധികം ഡ്രസ്സിൽ കുറേയധികം അടയാളങ്ങളും ചിഹ്നങ്ങളും പവർഫുള്ളായിട്ടുള്ള ലുക്കുമൊക്കെ ഉള്ള IG ഈ നീലലോഹിതദാസൻ നാടാരുടെ മുമ്പിൽ ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥ. ഇതുപോലെ ഏതോ ഒരു കംപ്ലൈന്റ് നീലലോഹിതദാസൻ നാടാരെ കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരോട് പറഞ്ഞപ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞു, അത്രേ എനിക്ക് അറിഞ്ഞുകൂടാ, പേരിൽ തന്നെ നീലയുള്ള വ്യക്തിയല്ലേ, ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന്. ഏതായാലും ആ വിഷയത്തിലേക്ക് കടക്കണ്ട. നമ്മൾ ഒന്ന് മാത്രമേ നോക്കാനുള്ളൂ. ഈ മന്ത്രിമാര് ചുവട്ടിലുള്ള IAS-കാരുടെ ഗൈഡൻസും അഡ്വൈസും ഇല്ലാതെ ഈ രാഷ്ട്രത്തിൻ്റെ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാനും സാധിക്കില്ല, ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിക്കില്ല. ഏത് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുമ്പോഴും അതിൻ്റെ സർക്കുലർ ഒപ്പിട്ടിറക്കേണ്ടത് മന്ത്രിയല്ല, സെക്രട്ടറിമാരാണ്. IAS-കാർ തന്നെയാണ് ജില്ല ഭരിക്കുന്ന കളക്ടർമാർ. IAS-കാരാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയും ഡെപ്യൂട്ടി ഡയറക്ടറിയും. അതേപോലെ ടോപ്പിലിരിക്കുന്നവർ അവരെ മുഴുവനും അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയിട്ട് ഒരു സംസ്ഥാനത്തിലെ ഭരണം പോകുമെന്ന് ചിന്തിക്കാൻ സാധിക്കുമോ എന്നൊന്ന് ചിന്തിക്കാം. 2, ഇവിടെയുള്ള നല്ല IAS-കാരും IPS-കാരും ഇവിടെ തുടരുന്നതിന് പകരം അവർക്ക് വേണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും റിക്വസ്റ്റ് ട്രാൻസ്ഫർ പോയിട്ട് ചോദിച്ചിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നല്ലവർ തികച്ചും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ. 3, ഇത്രയും അധികം ദൗർഭാഗ്യകരമായിട്ടുള്ള രീതിയിൽ മുകളിലുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ശകാരം കേൾക്കേണ്ടി വരുന്നവർക്ക് IPS എന്നും പറയുന്നതും IAS എന്ന് പറയുന്നതും തന്നെ ഒരു തരത്തിലെ സ്ലേവ്, അടിമകൾ, വിവരമില്ലാത്തവൻ്റെയും ബുദ്ധിയില്ലാത്തതിൻ്റെയും മറ്റൊന്നിനും കൊള്ളില്ലാത്തതിൻ്റെതുമായിട്ടുള്ള കുറേ മന്ത്രിമാരുടെയും MLA-മാരുടെയും അവഹേളനത്തിന് പാത്രീഭൂതരാകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ വിരക്തി അതുകൂടി ഒന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ. 3 വിഭാഗത്തിന്, മന്ത്രിമാർക്കും IAS IPS-കാർക്കും IAS-ഉം IPS-ഉം ആകണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന യുവാക്കൾക്കും അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾക്കുമെല്ലാം ഇതൊരു പാഠമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
ഈ ആഗ്രഹത്തിന്റെ പുറകിൽ ഒരുവനെയും വിമർശിക്കാനോ അല്ലെങ്കിൽ കരിവാരിത്തേക്കാനോ ഉള്ള ഉദ്ദേശമല്ല. എൻ്റെ സംസ്ഥാനമായ കേരളം, എൻ്റെ നാടായ ഭാരതം, അത് രാഷ്ട്രീയക്കാർ മാത്രം വിചാരിച്ചാലൊന്നും ഭരിക്കാൻ സാധിക്കില്ല. അവർക്ക് ഒരു ഇഞ്ച് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ IAS-കാരുടെയും IPS-കാരുടെയും പൂർണ്ണ സഹകരണം, 100% സഹകരണം വേണം. അവരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വരുന്നത് മുഴുവനും ഭരണാധികാരികളായ മന്ത്രിമാരാണെന്ന് കൂടി ഓർമ്മിക്കാൻ ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വാക്കുകളും വികൃതങ്ങളായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ നഷ്ടം വരുന്നത് രാഷ്ട്രത്തിനാണെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.